നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വാർത്ത ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഏതെങ്കിലും ഒരു സിനിമയുടെ അപ്ഡേറ്റ് അല്ല. നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചുള്ള എന്റേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, എന്റെ മാത്രം കാഴ്ചപ്പാടാണ്. പൂർണ്ണമായിട്ടും ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ ഇതിനകത്ത് വാദിക്കുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ എന്റെ കാൽക്കുലേഷനിലുള്ള അല്ലെങ്കിൽ ഞാൻ ഗണിച്ചെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ചിലപ്പോൾ തെറ്റായി മാറിയേക്കാം. പക്ഷെ നമ്മുടെ അഭിപ്രായം അത് ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങൾക്കറിയാം, നടന്മാരുടെ പ്രതിഫലം കൂട്ടുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസർ അസോസിയേഷൻ സിനിമകളുടെ വിജയപരാജയങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റും പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യം തന്നെ ആ ലിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ 2 ദിവസം ഭയങ്കര തരംഗമായിരുന്നു. അത് ഒന്നാമത്തേത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ മുടക്ക് മുതൽ 19 കോടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു. അത് വലിയ ആളിക്കത്തലോടൊപ്പം തന്നെ പറയുന്നുണ്ട് 19 കോടി മുടക്കിയിട്ട് 4.5 കോടിയെ ഓടിക്കിട്ടിയിട്ടുള്ളൂ, പടം വൻ പരാജയമാണ് എന്നുള്ളൊരു കാര്യം. പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ആരായിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ അതിന് മറുപടിയായിട്ട് അപ്പൊ തന്നെ വേറെ ഒരു പോസ്റ്റും കൂടി വന്നിരുന്നു. 112 കോടി രൂപ മുടക്കിയ ഒരു ചിത്രം, അതായത് നമ്മുടെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബറോസ് എന്ന് പറയുന്ന സിനിമയും 4.5 കോടി രൂപ തന്നെയാണ് പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തെ വെച്ചിട്ട് വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 19 കോടി രൂപ ഡൊമിനിക്കിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നതിൽ മമ്മൂട്ടിയുടെ പ്രതിഫലവും കൂടി ചേർത്തിട്ടായിരിക്കും പറഞ്ഞിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒഫീഷ്യലായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷന് കൊടുക്കുന്ന കണക്കാണ്. അവിടെ എന്റെ പൈസ കുറച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതൊരു ടാക്സിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരുന്ന ഒരു സംഭവമാണ്. അപ്പം മമ്മൂട്ടിയുടെ പ്രതിഫലം കൂടി അതിനകത്ത് ചേർത്തിട്ടാണ് വരിക. പിന്നെ വേറെ പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 4.5 കോടി രൂപയെ ഷെയർ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഈ 10 കോടി 12 കോടി കിട്ടി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് ഞാൻ കാലാകാലങ്ങളായിട്ട്, നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 6-7 കൊല്ലമായി, അന്ന് മുതൽ ഞാൻ പറയുന്നതാണ്. 100 രൂപയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്താൽ പ്രൊഡ്യൂസർ ഷെയർ ആയിട്ട് കിട്ടാൻ പോകുന്നത് 30 മുതൽ 35 രൂപ വരെ മാത്രമാണ്. ബാക്കി ടാക്സ് പോവും, അതുപോലെ തന്നെ തിയേറ്റർ ഷെയർ പോവും. ഇത് കഴിഞ്ഞിട്ട് വരുന്ന വളരെ തുച്ഛമായിട്ടുള്ള പെർസെന്റേജ്, തുച്ഛം എന്ന് പറഞ്ഞാൽ 1/3 മാത്രമാണ് പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് കിട്ടുക. അല്ലാതെ 100 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ 100 രൂപ പ്രൊഡ്യൂസറുടെ കയ്യിലേക്ക് കിട്ടുമെന്ന് ഇന്നും പല ഫാൻസുകാരും വിശ്വസിച്ചിരിക്കുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്ന സമയത്ത് ഭീകരമായിട്ടുള്ള തെറിവിളികളും കളിയാക്കലുകളും കാണാറുണ്ട്. കളിയാക്കലുകൾ നമുക്ക് വിട്ടുകളയാം, കാരണം അത് അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ മാത്രമാണെന്ന് കരുതാം. തെറി പറയുക എന്ന് പറയുന്നത് അത് അവരുടെ ഒരു കുലത്തൊഴിലായിട്ടും നമ്മൾ അതിനെ കാണുന്നു, അതും നമ്മൾ അവിടെ വിട്ടുകളയാം. അപ്പോൾ സത്യം എന്താണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങളിൽ കുറച്ച് പേര്, ഈ വീഡിയോ അധികം ആളുകൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇങ്ങനത്തെ ഒരു വിഷയമായതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കെങ്കിലും ഏകദേശം അതിന്റെ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു സംഭവം അവിടെ നിൽക്കട്ടെ. പ്രൊഡ്യൂസർ ഹിറ്റുകളുടെയും പരാജയങ്ങളുടെയും ലിസ്റ്റ് പുറത്തുവിട്ടത് അവിടെ നിൽക്കട്ടെ. നമുക്ക് മറ്റുള്ള വിഷയത്തിലേക്ക് കിടക്കാം. അതായത് നടന്മാർ പൈസ വലിയ കാര്യമായിട്ട് വാങ്ങുന്നു എന്നുള്ളത്. അതിനൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. ഏകദേശം ഒരു 4 കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് കൊറോണ ടൈം കഴിഞ്ഞതിന് ശേഷം സിനിമ വലിയ പ്രതിസന്ധിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ വിഷയവുമായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻസ് പുറത്തു വന്നിരുന്നു. ആ സമയത്ത് 2 നടന്മാരുടെ പേരുകൾ പുറത്തു വന്നിരുന്നു. അത് അവര് പ്രൊഡ്യൂസർ അസോസിയേഷൻ പറഞ്ഞതാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിൽ പുറത്തു വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ഒരാളുടെ പേര് പറയുന്നില്ല. ഒരാള് കുറെ കാലം സിനിമയിൽ നിന്നിട്ട് പെട്ടെന്ന് ഒരു സ്റ്റാർ വാല്യൂയിലേക്ക് എത്തിയ ഒരു നടനാണ്. മറ്റൊരു നടൻ കുറെ കാലമായിട്ട് നായകനായിട്ട് തന്നെ നിന്ന് പയ്യെ ഒരു വലിയ ഇപ്പോ ഒരു വലിയൊരു പൊസിഷനിലേക്ക് എത്തിയ ഒരു നടനാണ്. ഈ 2 നടന്മാരിൽ ഒരാള് 50 ലക്ഷം രൂപയായിട്ട് പ്രതിഫലം ഉയർത്തി എന്നുള്ളതും മറ്റേ നടൻ 1 കോടി രൂപയായിട്ട് പൈസ ഉയർത്തി എന്നുള്ളതുമായിരുന്നു അന്നത്തെ പുറത്തു വന്ന വാദങ്ങൾ. അതേതാണ് നടന്മാർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്കുക. പക്ഷെ ഇന്ന് ഈ അന്ന് അത് വലിയ വിഷയമായിട്ട് വരികയും ഈ നടന്മാർ പിന്നീട് അവരുടെ പ്രതിഫലം പകുതിയായിട്ട്, അത് നേരെ ഇരട്ടിയായിട്ടാണ് കൂട്ടിയത് 2 പേരും. അത് ആ സമയത്ത് തന്നെ 2 പേരും അവരുടെ പ്രതിഫലം പകുതിയായിട്ട് തന്നെ കുറയ്ക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് അതും വലിയ വാർത്തയായിട്ട് വന്നിരുന്നു. നമ്മൾ ഈ 2 വിഷയങ്ങളെ കുറിച്ചും ആ കാലഘട്ടത്തിൽ 4 കൊല്ലം മുമ്പ് വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അത് ചാനലിൽ കിടക്കുന്നുണ്ടാവും. എന്ത് തന്നെയാലും ആ ഒരു നടന്മാരുടെ അതിനകത്ത് ഈ പറഞ്ഞ 1 കോടി രൂപയാക്കി മാറ്റിയ നടന്റെ ഇന്നത്തെ പ്രതിഫലം 5 കോടി രൂപയാണ്. 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും 1 കോടി രൂപ എന്ന് പറയുന്നത് അത് ഇരട്ടിയാക്കി
എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി. അതിനുശേഷം 50 ലക്ഷത്തിലേക്ക് അദ്ദേഹം പൈസ താത്തിയിരുന്നു. അവിടെ നിന്ന് 10 ഇരട്ടിയാണ് വെറും 4 കൊല്ലം കൊണ്ട് കൂടിയിരിക്കുന്നത്. മറ്റേ നടന്റെ വിഷയം എനിക്ക് അറിയത്തില്ല. എന്തായാലും ആ 50 ലക്ഷം രൂപ മേടിച്ച നടൻ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു 3 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ നടന്മാരുടെ എല്ലാം സിനിമകൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. വിജയിച്ചു എന്നുണ്ടെങ്കിൽ പോലും 1 കോടി രൂപ 2 കോടി രൂപയ്ക്കാണ് പ്രൊഡ്യൂസർക്ക് ലാഭമായിട്ട് കിട്ടുന്നത്. ബാക്കി എല്ലാ സിനിമകളും തന്നെ സാമ്പത്തികമായിട്ട് വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തിടയ്ക്ക് ഒരു കഴിഞ്ഞ കൊല്ലം ഒരു വലിയ ബഡ്ജറ്റ് സിനിമ റിലീസ് ചെയ്യുകയുണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ ലിസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ മാത്രമാണ് സാമ്പത്തികമായിട്ട് ലാഭം നേടിയിട്ടുള്ളൂ. പക്ഷെ വേറൊരു സാമ്പത്തിക ലാഭം എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇവർ ഈ പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന ആ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് തിയേറ്റർ ഷെയറിലൂടെ പ്രോഫിറ്റ് ആയ സിനിമകളുടെ ലിസ്റ്റാണ്. അതായത് തിയേറ്റർ ഹിറ്റുകൾ എന്ന് നമ്മൾ പലപ്പോഴും വീഡിയോയിൽ പറയുന്ന ആ ഒരു സംഭവം മാത്രമാണ് അവരെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്. പക്ഷെ അതല്ലാതെ വിദേശ ഇതുണ്ടാവും, വിദേശത്തേക്കുള്ള റിലീസ് ചെയ്യാനുള്ള പറയണ വാക്ക് വിട്ടുപോയി, അതിനുള്ള എഗ്രിമെന്റുകളുടെ പൈസ ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റു സ്റ്റേറ്റുകളിലേക്കുള്ള ഷെയർ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. സാറ്റലൈറ്റ് തീർച്ചയായിട്ടും ഈ സിനിമകൾക്കൊക്കെ തന്നെ, വലിയ നടന്മാരുടെയൊക്കെ സിനിമകൾക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാവും. അതിന്റെയും പൈസയൊക്കെ കൂട്ടുമ്പോൾ ഈ പറഞ്ഞ ഒരു സിനിമയായിരിക്കില്ല, 1-2 സിനിമകൾ അതിനകത്ത് സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ടാവും. അത് പക്ഷെ സത്യത്തിൽ ഈ ഒരു വർഷത്തെ മാത്രം പ്രതിഭാസമല്ല. കഴിഞ്ഞ 75-90 കൊല്ലമായിട്ടുള്ള മലയാള സിനിമയുടെ ചരിത്രത്തിൽ നോക്കുമ്പോഴും നിങ്ങൾക്ക് ഇത് തന്നെയാണ് കാണാൻ സാധിക്കുക. എല്ലാ കൊല്ലവും ഒരു 4-5 സിനിമകൾ, മാക്സിമം പോയി കഴിഞ്ഞാൽ 10 സിനിമകൾ മാത്രമാണ് തിയേറ്റർ പ്രോഫിറ്റായി മാറാറുള്ളൂ. പക്ഷെ ഇറങ്ങുന്ന സിനിമകളുടെ ഒരു 30% സിനിമകൾ സാമ്പത്തികമായിട്ട് നഷ്ടം വരാതെയോ ലാഭമായിട്ടോ മറ്റു പല ബിസിനസ്സുകളിലൂടെയും പടം രക്ഷപ്പെടാറുണ്ട്. എന്നിരുന്നാൽ പോലും 50% താഴെ അല്ലെങ്കിൽ 40% താഴെ മാത്രം സക്സസ് റേഷ്യോ ഉള്ള ഒരു ബിസിനസ്സാണ് സിനിമ എന്നുള്ളത് എല്ലാ കാലത്തും എല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ നടന്മാർ ഇങ്ങനെ വലിയ പ്രതിഫലം വാങ്ങുന്നതോടുകൂടി തന്നെ പല നടന്മാരും, ഇപ്പൊ മലയാളത്തിൽ പേര് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു നടൻ, യുവനടൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ സിനിമയിൽ വന്ന് 2-3 സിനിമകളൊക്കെ ചെയ്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായി മാറിയിട്ടുള്ള ഒരു നടൻ പോലും 1 കോടിക്ക് മുകളിലാണ് പ്രതിഫലം വാങ്ങുന്നത്. അത് ആരുടെയും പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ രീതിയിലേക്ക് സിനിമകൾ നടന്മാർ വളർന്നിരിക്കുന്നു. നടന്മാർ വളർന്നതല്ല, അവരുടെ പ്രതിഫലം വളർന്നിരിക്കുന്നു. അതുപോലെ വലിയ താരങ്ങൾ എന്ന് പറയുന്ന ഇപ്പൊ മമ്മൂട്ടി, മോഹൻലാൽ അല്ല, അവർ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ സ്വന്തമായിട്ട് പൈസ മേടിച്ചിട്ട് പടം ചെയ്യുന്നു. എന്നാൽ അതല്ലാതെ മറ്റു പല വലിയ നടന്മാരും ഷെയർ അടിസ്ഥാനത്തിലാണ് പൈസ മേടിക്കുന്നത്. 50% ഷെയർ ആണ് ഇവർ വാങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 50% ഷെയർ എന്ന് പറയുമ്പോൾ ഞാനൊരു പടം പിടിക്കുന്നു, ഒരു നായകനെ വെച്ചിട്ട് ഒരു പടം പിടിക്കുന്നു, പടത്തിന്റെ കോസ്റ്റ് 10 കോടി രൂപയാണെന്ന് കരുതുക. 10 കോടി രൂപ തീരില്ല ഈ പറഞ്ഞ നടന്മാരുടെയൊക്കെ. ഒരു 15 മുതൽ 20 കോടി രൂപയെങ്കിലും വരും. എങ്കിലും നമ്മൾ കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 10 കോടി രൂപയാണ് അതിന്റെ മുടക്കുമുതൽ എന്ന് കരുതുക. ഈ 10 കോടി രൂപയിൽ എനിക്കത് തിയേറ്ററിൽ നിന്ന് ലാഭം ഉണ്ടാക്കണമെങ്കിൽ 30 കോടി രൂപ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നാൽ മാത്രമേ ഈ 10 കോടി രൂപ എനിക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. ബാക്കിയുള്ള ബിസിനസ് എല്ലാം വിടുക, ഈ പറഞ്ഞ തിയേറ്റർ പ്രോഫിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ആ 30 കോടി രൂപ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച പടം ഇറക്കി, പടം ഓടിത്തുടങ്ങി 30 കോടി രൂപയും കിട്ടിക്കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടേണ്ട 10 കോടി രൂപ ഷെയറും നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 50% ഈ പറഞ്ഞ നായകൻ പ്രതിഫലമായിട്ട് വാങ്ങിക്കൊണ്ടുപോവുകയാണ് എന്ന് കരുതുക. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? എനിക്ക് കിട്ടിയത് വെറും 5 കോടി രൂപ. 10 കോടി രൂപ മുടക്കി ഞാനൊരു പടം പിടിച്ചു, 30 കോടി രൂപ ഓടി, 10 കോടി രൂപ ഷെയറും വന്നു. പക്ഷെ അതിനകത്ത് 50% നായകൻ പ്രതിഫലമാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. നായകൻ ഇപ്പൊ ഈ 30-ന് പകരം 100 കോടി രൂപ ഓടി, എനിക്ക് ഏകദേശം 30-35 കോടി രൂപ ഷെയർ വന്നു. ഈ 35-ന്റെയും 50% ഈ നായകൻ കൊണ്ടുപോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാനൊരു 10 കോടി രൂപ മുടക്കി ഒരു പടം പിടിച്ചു കഴിഞ്ഞാൽ ആ പടം ഏറ്റവും കുറഞ്ഞത് ഒരു 70-80 കോടി രൂപ തിയേറ്റർ കേരള ബോക്സ് ഓഫീസിൽ ഓടിക്കിട്ടിയാൽ മാത്രമാണ് ഈ നായകനെ വെച്ചിട്ട് ഞാൻ പടം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തികമായിട്ട് ലാഭം കിട്ടുകയുള്ളൂ. കാരണം പകുതി അങ്ങേര് കൊണ്ടുപോവാണ്. അപ്പൊ ഈ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ 100% പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏൽക്കണം. ഈ 50% ഷെയർ അദ്ദേഹം തരത്തില്ല.
അപ്പോൾ ഇത് ഒരാളുടെ കാര്യമല്ല പറയുന്നത്. ഇത് ഈ ഒരു സിസ്റ്റം കേരളത്തിൽ ഇപ്പോഴാണ് വന്നത് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം 90കളുടെ എൻഡിൽ തന്നെ ഹിന്ദിയിൽ ഇത് ആരംഭിച്ചിരുന്നു. ആ ഹിന്ദിയിൽ നിന്ന് ഇന്ന് ഹിന്ദിയിൽ അത് വളരെ ശക്തമാണ്. എനിക്ക് തോന്നുന്നു അക്ഷയ് കുമാർ മാത്രമാണ് വലിയ താരങ്ങളിൽ പ്രതിഫലമായിട്ട് പൈസ വാങ്ങുന്നത്. ബാക്കി എല്ലാവരും തന്നെ ഷെയർ അടിസ്ഥാനത്തിലാണ്. അത് ഹിന്ദിയിൽ നിന്ന് തെലുങ്കിലേക്കും തമിഴിലേക്കും വളർന്നു. ഇന്ന് തമിഴ് സിനിമകൾ ഈ അജിത്തിന്റെയും വിജയുടെയും ഉൾപ്പെടെയുള്ള കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഇറങ്ങിയ എല്ലാ സിനിമകളും പ്രൊഡ്യൂസറെ സംബന്ധിച്ച് തിയേറ്ററിൽ വന്ന് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ സാമ്പത്തികമായിട്ട് വൻ പരാജയങ്ങളാണ്. തമിഴ് സിനിമയിലെ ഇതുപോലുള്ള വലിയ വലിയ നടന്മാരുടെ സിനിമകളെ പിടിച്ചു നിർത്തുന്നത് അവിടുത്തെ സാറ്റലൈറ്റ് വാല്യൂയും അതുപോലെ തന്നെ OTT റൈറ്റ്സുമാണ്. ഇപ്പോൾ ഒരു വിജയുടെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോകുന്നത് 100 കോടിക്ക് മുകളിലാണ്. അതുപോലെ തന്നെ സാറ്റലൈറ്റ് റേറ്റ് പോകുന്നത് ഏകദേശം 40 കോടിക്ക് മുകളിലാണ്. ഈ ഒരു സംഭവം മാത്രം ബേസ് ചെയ്തിട്ടാണ് അവരുടെ സിനിമകൾ പിടിച്ചു നിൽക്കുന്നത്. പക്ഷെ മലയാള സിനിമകളിൽ അതേ സിസ്റ്റം ഇവിടെ കൊണ്ടുവരുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത്, ഇവിടെ ഒരു നായകന്റെ, ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള ഒരു നായകന്റെ പടം പോലും സാറ്റലൈറ്റ് വാല്യൂ പോകുന്നത് 10 കോടിക്ക് താഴെയോ അല്ലെങ്കിൽ 10 കോടി രൂപ റേഞ്ചിലോ ആണ്. ഇനി OTT റൈറ്റ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് മലയാള സിനിമയുടെ OTT എന്ന് പറയുന്നത് തിയേറ്ററിൽ റിലീസ് ചെയ്ത് അതിന് ഹിറ്റായാൽ മാത്രം കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അത് മാത്രവുമല്ല, എത്ര ഹിറ്റായി എന്ന് പറഞ്ഞാലും അവർക്ക് താല്പര്യമുള്ള നടന്മാരുടെ പടങ്ങൾ മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്ന സമയത്താണ് ഈ പറഞ്ഞ ഷെയർ അടിസ്ഥാനത്തിൽ നടന്മാർ പൈസ മേടിക്കുന്നു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി. കാരണം അത് ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്നത് നിർമ്മാതാക്കളുടെ തലയിൽ തന്നെയാണ്. അത് ഈ പറഞ്ഞ ഷെയർ മേടിക്കുന്ന നടന്മാരുടെ സിനിമകൾക്ക് മാത്രമല്ല, ഈ പറഞ്ഞ വലിയ പ്രതിഫലം 5 കോടിയും 10 കോടിയും മേടിക്കുന്ന നടന്മാരുടെയും 10 കോടിയിലേക്കൊന്നും യുവതാരങ്ങൾ എത്തുന്നില്ല. ഈ 5 കോടി രൂപ റേഞ്ചിൽ വരെ മേടിക്കുന്ന നടന്മാരുടെയും പ്രതിഫലത്തിന്റെ എഫക്റ്റ് വരുന്നത് ഈ പ്രൊഡ്യൂസറുടെ തലയിൽ തന്നെയാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ളൊരു മാന്യമായിട്ടുള്ളൊരു ഇടപാട് എന്ന് പറയുന്നത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും കാര്യത്തിൽ തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. കാരണം അവരുടെ സിനിമ ഒരു ഹിറ്റായി കഴിഞ്ഞാൽ അത് മിനിമം 50 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. മാത്രവുമല്ല, അത് ഇവർ ഈ പറയുന്ന പൈസ മേടിച്ചിട്ടുണ്ട് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ തുക ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ, പടം ഹിറ്റായി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് പിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള താരങ്ങൾക്ക് ഈ പറഞ്ഞ പൈസ മേടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടി ഈ മോഹൻലാലിനും മമ്മൂട്ടിക്കും അല്ലാതെ ഇന്ന് മലയാളത്തിൽ വേറെ ഒരാൾക്ക് പോലുമില്ല. സൂപ്പർ താരങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന സുരേഷ് ഗോപിക്കോ പൃഥ്വിരാജിനോ പോലും ഈ പറഞ്ഞ ഗ്യാരണ്ടി കൊടുക്കാൻ സാധിക്കത്തില്ല. ഇപ്പൊ ഒരു നടൻ 10 കോടി രൂപ അല്ലെങ്കിൽ ഒരു 5 കോടി രൂപ പ്രതിഫലം വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങേരുടെ ഒരു പടം ഹിറ്റായി കഴിഞ്ഞാൽ ആദ്യത്തെ 3 ദിവസം, വെള്ളി ശനി ഞായർ 3 ദിവസം കൊണ്ട് ഈ പറഞ്ഞ പ്രതിഫലം, ഈ പറഞ്ഞ 5 കോടി രൂപയ്ക്ക് മുകളിൽ തിയേറ്ററിൽ നിന്ന് ഷെയർ കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് 5 കോടി രൂപ മേടിക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ 10 കോടി രൂപ മേടിക്കുന്നതിൽ തെറ്റില്ല. വേണ്ട, 1 കോടി രൂപ മേടിക്കുന്ന നടനായാൽ പോലും അത് മേടിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അങ്ങനെ കിട്ടാം എന്ന് ഉറപ്പുള്ള ഏത് നടനാണുള്ളത്? അവരുടെ കരിയറിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടാവും. അതിന് ആ ഒരു പേരും പറഞ്ഞിട്ടാണ് പിന്നീടുള്ള എല്ലാ സിനിമകൾക്കും ആ പൈസ മേടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നീതിക്ക് നിരക്കുന്നതാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പറഞ്ഞ നടന്മാരുടെ പ്രതിഫലം തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവർ ആഗ്രഹിക്കുന്ന പൈസ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടോ പ്രൊഡ്യൂസേഴ്സ് എന്നുള്ളതും കൂടി ഇവിടെ ഒരു ചോദ്യമാണ്. കാരണം 10 കോടി രൂപ വാങ്ങുന്ന ഒരു നടൻ അത് വാങ്ങാൻ അർഹനാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആ പ്രൊഡ്യൂസറാണ്. അയാൾക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഓപ്ഷൻസ് യൂസ് ചെയ്യാനുള്ള സാഹചര്യവും ഇവിടെ ഉണ്ട്. അതും കൂടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും എന്റെ അഭിപ്രായത്തിൽ ഇത്രയും ഉയർന്ന തുക കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 4-1 അവർ കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. 4-1 കുറയ്ക്കേണ്ടതായിട്ട് വരുന്നു. 4-1 പറഞ്ഞാൽ 4-1 അതായത് 4 കോടി രൂപ മേടിക്കുന്നവൻ മിനിമം 1 കോടി രൂപയ്ക്ക് ആയിട്ട് കുറയ്ക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ഈ നടന്മാരുടെയൊക്കെ സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് പ്രോഫിറ്റ് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. 4 കൊല്ലം മുമ്പുണ്ടായ സംഭവവും ഇപ്പോൾ നടക്കുന്ന സംഭവവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ നടന്മാർ പൈസ ചിലപ്പോൾ കുറച്ചേക്കാം. പക്ഷെ വീണ്ടും ഒരു 4 കൊല്ലം കഴിയുമ്പോൾ 5 മേടിക്കുന്നവൻ 20 മേടിക്കാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി നേരിട്ട് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും കമന്റുകളും താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.